Hi students, today I am going to discuss the effect of certificate of incorporation and certificate of commencement of our module 1. Effect of the certificate of incorporation. Certificate of incorporation അതെന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. Next we are going to discuss the effect of the certificate of incorporation. Certificate of incorporation is the conclusive evidence of the legal existence of the company. ഒരു കമ്പനി നിയമപരമായിട്ട് നിലവിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു കമ്പനിക്ക് അതിൻ്റെ ലീഗൽ എക്സിസ്റ്റൻസ് സ്ഥാപിക്കാനുള്ള ഒരു തെളിവാണ് എന്തെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. വാട്ടെവർ കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക്, പ്രൈവറ്റ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നത് മുതൽ ദേ ഹാവ് ദ അല്ലെങ്കിൽ ഫ്രം ദ ഡേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓൺവേർഡ്സ് ദേ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ഫങ്ഷനിങ് ആൻഡ് ദേ ബിക്കം എ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഫ്രം ദ ഡേറ്റ് ഓൺവേർഡ്സ്. അതിൽ പറയുന്ന ഡേറ്റ് മുതൽ അവരൊരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് ഈ പ്രൈവറ്റ് കമ്പനി മാറുന്നു. വാട്ടെവർ മേ ബി ദ ഡെഫിഷ്യൻസി ഇൻ ദ ഫോർമാലിറ്റീസ് വൺസ് the certificate of incorporation is issued, it is a conclusive evidence that a company came into existence on the date mentioned in the certificate of incorporation. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടോ, അതായത് വൺസ് അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം പിന്നീട് അതിനകത്ത് ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്താൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ്. അതിൽ പറയുന്ന ഡേറ്റ് മുതൽ ആ കമ്പനി എന്തായി വരികയാണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയായി മാറുകയാണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. അതിൽ പറയുന്ന ഡേറ്റ് തൊട്ട് കമ്പനിക്ക് അവരുടെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ്, ഡേറ്റ് ഓൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വാസ് കൺസിഡേർഡ് ആസ് വാലിഡ് ഡേറ്റ്. അതിൽ പറയുന്ന ഡേറ്റ് ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ പറയുന്ന ഡേറ്റ് ആണ് വാലിഡ് ഡേറ്റ്. ചിലപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 6th April 2016 ആണ് ഞാൻ എന്ത് ചെയ്തത്, അതിന് വേണ്ട ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് ഞാൻ ഇഷ്യൂ ചെയ്തത്. പക്ഷേ രജിസ്ട്രാർ ഓഫ് കമ്പനി ചിലപ്പം 5th ഇട്ട് എനിക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ തന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ അവിടെ അവർക്കൊരു തെറ്റ് പറ്റിയതാണ് എങ്കിൽ പോലും അത് ലേറ്റർ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഏത് ഡേറ്റ് ആണോ വരുന്നത് ആ ഡേറ്റ് തൊട്ട് എന്താണ്, കമ്പനി നിലവിൽ വരികയാണ്, ഒരു ലീഗൽ എക്സിസ്റ്റൻസിലേക്ക് വരികയാണ്. അപ്പം ഡേറ്റിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും, അത് രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഡേറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഏത് ഡേറ്റ് ആണോ പറയുന്നത് ആ ഡേറ്റ് തൊട്ടാണ് കമ്പനി എന്തിൽ വരുന്നത്, ലീഗൽ എക്സിസ്റ്റൻസിൽ വരുന്നത്. അപ്പം 6ാം തീയതി നമ്മൾ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അതിന് മുൻപുള്ള ദിവസം ഇട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് അവരുടെ ഭാഗത്ത് വന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. എന്നിരുന്നാൽ പോലും അത് ലേറ്റർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിൽ ഏത് ഡേറ്റ് ആണ് വരുന്നത് അത് തൊട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാം, ലീഗൽ എക്സിസ്റ്റൻസിലേക്ക് വരികയാണ്. ഫോർജ്ഡ് സിഗ്നേച്ചർ ആണെങ്കിൽ പോലും, അതായത് അത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്തെങ്കിലും സിഗ്നേച്ചർ നമ്മൾ എന്തെങ്കിലും തിരിമറികൾ വരുത്തിയിട്ടുണ്ടെങ്കിലും രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് അത് അന്നേരം മനസ്സിലായില്ല, ലേറ്റർ പിന്നീട് അത് മനസ്സിലാവുകയാണെങ്കിൽ പോലും അവർ വൺസ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പറഞ്ഞത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺക്ലൂസീവ് എവിഡൻസ് ആണ്. നിയമപരമായ ഒരു കമ്പനി നിലവിൽ വന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ് എന്തെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൽ പറയുന്ന ഡേറ്റ് മുതൽ ആ കമ്പനി എന്തിൽ വരികയാണ്, ലീഗൽ എക്സിസ്റ്റൻസിൽ വരികയാണ്, അവർക്ക് അവരുടെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇഷ്യൂ ചെയ്ത സമയത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്നേരം അവർ കാണാതെ പോയ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നീട് അവർക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് വൺസ് ഇഷ്യൂഡ് ഇറ്റ് ഈസ് ഇഷ്യൂഡ്. ദാറ്റ്സ് എ ഇഫക്റ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതെന്ന് പറയുന്നത് ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ്. ഒരു കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു കൺക്ലൂസീവ് എവിഡൻസ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ആ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന റേസിംഗ് ഓഫ് ക്യാപിറ്റൽ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റിലേക്ക് പോകേണ്ടത് ഏത് കമ്പനിയാണ്? പബ്ലിക് കമ്പനിയാണ്. ഇറ്റ് വാസ് മാൻഡേറ്ററി അണ്ടർ കമ്പനീസ് ആക്ട് 2013. പബ്ലിക് കമ്പനി വിത്ത് ഷെയർ ക്യാപിറ്റൽ. അപ്പം പബ്ലിക് കമ്പനി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്തതിന് ശേഷം വേണം ഈ സ്റ്റേജിലേക്ക് വരാനായിട്ട്. ഇഷ്യൂ ബൈ രജിസ്ട്രാർ ടു പബ്ലിക് കമ്പനി. രജിസ്ട്രാർ ഓഫ് കമ്പനി ഇത് ഏത് കമ്പനിക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ടു ദ പബ്ലിക് കമ്പനി. Procedure for commencement of business. After subscribing the securities and receives minimum subscription, the company applies to the registrar to issue the certificate of commencement of business along with the application following documents. അതായത് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്നൊരു സ്റ്റേജ് കൂടെ ഉണ്ട്. ആർക്ക്? പബ്ലിക് കമ്പനിക്ക്. ഓക്കെ, ഇൻകോർപ്പറേഷന് ശേഷം റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന സ്റ്റേജ് കൂടെ ഉണ്ട്. ആ സ്റ്റേജിൽ കമ്പനി അവരുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്യണം. അതായത് ഷെയർസിലേക്ക് ഉള്ള ഇഷ്യൂ നടത്തി സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടി എന്നുള്ളത് ആരെ ബോധിപ്പിക്കണം? രജിസ്ട്രാറെ ബോധിപ്പിക്കണം. എലോങ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം ഈ കാര്യവും കൂടാതെ ബാക്കി ഡോക്യുമെൻസും ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം മിനിമം സബ്സ്ക്രിപ്ഷൻ attain ചെയ്യണം. then application form for the certificate of commencement of business along with following documents. okay, documents ഏതൊക്കെയാണെന്ന് നോക്കാം. a declaration that shares payable in cash have been subscribed for and minimum subscription has been received. അതായത് ക്യാഷിൽ തന്നെ മിനിമം സബ്സ്ക്രിപ്ഷനും കിട്ടി എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. a declaration that every director has paid in cash the application and allotment money on his shares. ഓരോ ഡയറക്ടേഴ്സും ക്യാഷായിട്ട് തന്നെ അവരുടെ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് മണിയും തന്നു എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ ദാറ്റ് നോ മണി ഈസ് പെൻഡിങ് ടു പേ ബാക്ക് ടു ദ ആപ്ലിക്കൻസിന് അതായത് അൺസക്സസ്ഫുൾ ആപ്ലിക്കൻസ് കാണും. എല്ലാവർക്കും എന്ത് ചെയ്യത്തില്ല? കമ്പനി അലോട്ട്മെൻറ്റ് ചെയ്യത്തില്ല. അപ്പം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് ഷെയർ മണി തിരികെ നൽകി അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു എന്നുള്ളതിൻ്റെത് എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. എ ഡിക്ലറേഷൻ ദാറ്റ് എബവ് റിക്വയർമെൻറ്റ്സ് ഹാവ് ബീൻ കംപ്ലൈഡ് വിത്ത്. അതായത് ഈ മുകളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതും അതൊരു ഡിക്ലറേഷൻ കൊടുക്കണം ഡോക്യുമെൻറ്റിൽ. ദ രജിസ്ട്രാർ വിൽ വെരിഫൈ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിക്ലറേഷൻ സബ്മിറ്റഡ് ബൈ ദ കമ്പനി. ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഒതൻറ്റിസിറ്റി ഓർ വാലിഡിറ്റി ഓഫ് ദീസ് ഡോക്യുമെൻറ്റ്സ് then he will issue a certificate of commencement of business. The public company can start business activities from the date of issue of certificate of commencement. അതായത് ഈ മുകളിൽ പറഞ്ഞ ഡോക്യുമെൻസും ഡിക്ലറേഷൻസും ഒക്കെ നമ്മൾ എവിടെ സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ അറ്റൈൻ ചെയ്തു, അതെല്ലാം നമുക്ക് ക്യാഷിൽ കിട്ടി. ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് മണി ഡയറക്ടേഴ്സിൻ്റെ എല്ലാം കിട്ടി, ഒന്നും പെൻഡിങ് ഇല്ല. അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആപ്ലിക്കൻസിന് കൊടുക്കാനുള്ള തുകയെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇനി അതും പെൻഡിങ് ഒന്നുമില്ല, എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഡിക്ലറേഷൻ. പിന്നെ നമ്മുടെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് വേണ്ടുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം നമ്മൾ എവിടെ സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം അതിൻ്റെ വാലിഡിറ്റി എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം എന്ത് ഇഷ്യൂ ചെയ്യുന്നു? സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഇഷ്യൂ ചെയ്യുന്നു. ഫ്രം ദ ഡേറ്റ് സ്പെസിഫൈഡ്, അതിൽ പറയുന്ന ഡേറ്റ് തൊട്ട് പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ ബിസിനസ് ഫങ്ഷനിങ് തുടങ്ങാം. ഓക്കെ.